നമ്മൾ ഫാദേഴ്സ് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് വീക്കിനോട് ചേർന്ന് വി ഹാഡ് പോസ്റ്റഡ് ഫ്യൂ വീഡിയോസ് ഓഫ് പ്രൊഫഷണൽസ്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ ഓൾ ദ പേരൻസ്. ആസ് എ ഡയറക്ടർ ഓഫ് സെറാഫിക് എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് വെൽ, ബിക്കോസ് ഞാനറിയാം ആസ് എവ്രി വൺ നോ ഐ എം എ പാരൻ്റ് ഓഫ് എ സ്പെഷ്യൽ നീഡ് ചൈൽഡ്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഉണ്ട്, ഒരു ഡയഗ്നോസിസ് ഉണ്ട് എന്ന് പറയുന്ന ആ നിമിഷം തൊട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ഹൂ ജംപ്സ് ഇൻ ടു ദ ബാറ്റിൽ ഫീൽഡ് ഇസ് മദർ. ഫാദറിന് ടെൻഷൻ ഇല്ല എന്നല്ല, പക്ഷെ ആ ടൈമിൽ ഈ ടെൻഷൻ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനോ ഉള്ള ഒരു മാനസികാവസ്ഥയും ആ ഒരു ഔട്ട്ലെറ്റും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ സം മദേഴ്സ് ആർ ദെയർ ഹൂ ഗോസ് ഇൻ ടു ഡിപ്രഷൻ. പക്ഷേ ആൻഡ് ഈവൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത് നമുക്കറിയാം പോസ്റ്റ് പാർട്ടം ഡിപ്രഷനും ഒരു റിയാലിറ്റിയാണ്. ഓൾമോസ്റ്റ് 70-80% മദേഴ്സ് ഗോ ത്രൂ ഇറ്റ്. പക്ഷേ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അച്ഛന്മാർക്കും ഉണ്ടാവാറുണ്ട്, വിച്ച് ഇസ് ലൈക്ക് അധികം ആൾക്കാർ സംസാരിക്കാറില്ല അതിനെ പറ്റിയിട്ട്. ദേ ഗോ ത്രൂ എ ഡിഫറെൻറ്റ് റൂട്ട്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ഡയഗ്നോസിസ് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അതിന് മുന്നേ വരെ അച്ഛൻ അമ്മ കുട്ടി ഒരു ടീമായിരുന്നു. ഇവിടെ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ അമ്മ തിങ്സ് ദറ്റ് only she can solve all the problems of their child. ഇതിനെ നമ്മളൊരു സൂപ്പർ മോം സിൻഡ്രോം എന്ന് പറയാം. ഐ ഹാവ് ബിൻ ത്രൂ ഇറ്റ്. അപ്പോൾ നമ്മൾ ചെയ്താലേ എല്ലാം ശരിയാവുള്ളൂ, ഞാൻ ചെയ്താലേ എല്ലാ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് മീറ്റ് ചെയ്യുള്ളൂ, ഞാൻ തെറാപ്പീസിന് കൊണ്ടുപോകുന്നു, സ്കൂളിൽ കൊണ്ടുപോകുന്നു, സ്കൂളിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു, തെറാപ്പീസ് അപ്പോൾ നമ്മൾ ഈ അമ്മ ആക്ച്വലി പേഴ്സണൽ കെയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് കുട്ടീൻ്റെ പിറകെ നടക്കുന്നത്. സോ ദ ഫാദർ ഗെറ്റ് സൈഡ് ലൈൻ. അത് ആക്ച്വലി അവരങ്ങനെ ആക്കുന്നതല്ല, സിറ്റുവേഷൻസ് അങ്ങനെ ആയി പോകുന്നതാണ്. സോ ഒരു അച്ഛൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് ആലോചിച്ചാൽ ഈവൻ ഹീ വോണ്ട്സ് ടു പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ഹീ വോണ്ട്സ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റൽ ജേർണി. അപ്പോൾ ഇവിടെ ഈ സൂപ്പർ മോംസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മൈക്രോ മാനേജ് എ ലോട്ട്. അങ്ങനെ ചെയ്താൽ ശരിയാവൂല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻപുട്സ് വരുമ്പോൾ ദ ഫാദർ വിൽ സ്റ്റോപ്പ് ട്രൈയിങ്. അത് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ എൻ്റെ ഒരു കാര്യവും കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി വെച്ചിട്ടാണ് പറയണത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ അമ്മമാർ ഗോസ് ഇൻ ടു എ ബേൺ ഔട്ട്. കാരണം ഇത് എത്ര നാൾ ഇങ്ങനെ പേഴ്സണൽ കെയർ പോലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഈവൻ അമ്മമാരും ആലോചിക്കാറില്ല. ഇപ്പോൾ ഒരു 4 or 5 years പോയി കഴിഞ്ഞാൽ അവർ ബേൺ ഔട്ട് ആവും. പിന്നെ അവർക്ക് ബാക്കി നിൽക്കുന്നത് കുറേ ഇറിറ്റേഷനും കംപ്ലയിൻസ് ഒക്കെ ആയിരിക്കും. ലൈക്ക് വൈ അതേഴ്സ് ആർ നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡൂയിങ് ലൈക്ക് മേക്കിംഗ് ദ ചൈൽഡ് ഡു ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ. പക്ഷേ ആ ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ടീമിലേക്ക് ഒരാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ചില അമ്മമാർ, ഞാനിത് എല്ലാ അമ്മമാരെ പറ്റിയല്ല പറയണത്, ചില അമ്മമാർ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ആ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ there is no right or wrong way of fathering a child, because അത് അവർ തന്നെ ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു ജേർണിയാണ്. അവർക്കറിയാം, ബിക്കോസ് അമ്മ കുട്ടീനെ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കുന്ന പോലെ അല്ല ഫാദർ ആ കുട്ടീനെ ടാസ്ക് ചെയ്യിപ്പിക്കുന്നത്. സോ ഇൻ മെനി സിനാരിയോസ് ദ ചൈൽഡ് മൈറ്റ് കോപ്പറേറ്റ് ബെറ്റർ വിത്ത് ദ ഫാദർ. അതാണ് ഞാനും കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ്. ബിക്കോസ് ഫാദേഴ്സ് റോൾ മോഡലാണ് ഒരുപാട് പിള്ളേർക്ക്, even though they get very little time to interact with the father. അപ്പോൾ അമ്മമാർ ഒരുപാട് ജഡ്ജ്മെൻറ്റലായി ഫാദേഴ്സിനെ ക്രോസ് വിസ്താരം ചെയ്യാതെ ലെറ്റ് ദം ബി പാർട്ട് ഓഫ് ദ ജേർണി. അവരത് അലൗ ചെയ്യണം, അത് അവരുടെ ജേർണിയും കൂടി മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ടു ഓൾ ദ മദേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്. ആൻഡ് അവർ തന്നെ ആ ഒരു ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു how to make the child independent, how to make them do things എന്നൊക്കെ they don't need a instruction manual, because അവർ അച്ഛനാണ്, അവർ ഫാദറാണ്, ഫാദറിന് അത് അറിയായിരിക്കും in their own natural way. That is how the world is constructed. മദേഴ്സിനെയും ഫാദേഴ്സിനെയും ഡിഫറെൻ്റ്ലി ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ തോട്ട് പ്രോസസ്സും ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇഫ് ബോത്ത് ഓഫ് ദം ചാനലൈസ് ദിയർ എനർജീസ് ടുവേർഡ്സ് empowering the child, it becomes a team work. സോ അമ്മമാർ ഒരു ഈ എന്താ പറയുക ബ്ലെയിം ഗെയിംസ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ടീമിൽ ഒരു മെമ്പറാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ് ദം ട്രൈ ഓൺ ദിയർ ഓൺ. ഐ എം ഷുവർ ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദിയർ പാരൻറ്റിങ് ജേർണി.